നമസ്കാരം, ടാലന്റ് അക്കാഡമിയുടെ കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മാർച്ച് 7, 8 തീയതികളിലെ പ്രധാന ആനുകാലിക വിഷയങ്ങളാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട നോട്ട് ടെലഗ്രാം ഗ്രൂപ്പിലും അതുപോലെ നെയ്യാർ ആപ്പിലും ലഭ്യമാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് വഴി ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് ടാലന്റ് അക്കാഡമി ഓൺലൈൻ ക്ലാസ്സുകളും ഓഫ്ലൈൻ ക്ലാസ്സുകളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓൺലൈൻ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സുകളും ലഭ്യമാണ്. ക്ലാസ്സുമായി ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക. മാർച്ച് 8 നമുക്കറിയാം അന്താരാഷ്ട്ര വനിതാ ദിനമാണ്. എല്ലാ വർഷവും നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നുണ്ട്. എന്തിനു വേണ്ടിയാണ് വനിതാ ദിനം ആഘോഷിക്കുന്നത്? സ്ത്രീകളുടെ സാമൂഹിക, സാമ്പത്തിക, സാംസ്കാരിക, രാഷ്ട്രീയ നേട്ടങ്ങൾ ആഘോഷിക്കുന്നതിനും അതുപോലെ തന്നെ അവരുടെ പ്രശ്നങ്ങൾ അടയാളപ്പെടുത്തുന്നതിനുമാണ് നമ്മൾ വനിതാ ദിനം ആഘോഷിക്കുന്നത്. എല്ലാ വർഷവും മാർച്ച് 8 അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുന്നു. ആദ്യമായി വനിതാ ദിനം ആചരിച്ചത് 1909 അമേരിക്കൻ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ്. പിന്നീട് 1975 UN അതിനൊരു ഏകീകൃത രൂപം കൊണ്ടുവരികയും മാർച്ച് 8 എല്ലാ വർഷവും അന്താരാഷ്ട്ര വനിതാ ദിനമായി ആചരിക്കുകയും ചെയ്തു. ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് ഡിജിറ്റ് ഓൾ ഇന്നൊവേഷൻ, ടെക്നോളജി ഫോർ ജെൻഡർ ഈക്വാലിറ്റി, അതായത് സാങ്കേതിക മേഖലയിൽ സ്ത്രീ പുരുഷ അസമത്വം ഇല്ലാതാക്കുക. അതാണ് ഈ വർഷത്തെ തീം. അടുത്ത പോയിന്റ് 2022 വനിതാ രത്ന പുരസ്കാരവുമായി ബന്ധപ്പെട്ടതാണ്. വനിതാ ശിശു വികസന വകുപ്പാണ് പുരസ്കാരം നൽകുന്നത്. വനിതാ ശിശു വികസന വകുപ്പാണ് വനിതാ രത്ന പുരസ്കാരം നൽകുന്നത്. കായിക മേഖലയ്ക്കുള്ള പുരസ്കാരം നേടിയത് KC ലേഖയാണ്. KC ലേഖ അന്താരാഷ്ട്ര ബോക്സിംഗ് താരമാണ്. തുടർച്ചയായ 8 തവണ ലോക ചാമ്പ്യനായ വ്യക്തിയാണ് KC ലേഖ. അടുത്ത പുരസ്കാരം പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതയ്ക്കുള്ള പുരസ്കാരമാണ്. അത് നേടിയത് നിലമ്പൂർ ആയിഷയാണ്. അടുത്തത് സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണം. ഈ വിഭാഗത്തിൽ പുരസ്കാരം നേടിയത് ലക്ഷ്മി N മേനോൻ. അടുത്ത പോയിന്റ് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിത. ഈ മേഖലയിൽ പുരസ്കാരം നേടിയത് ഡോക്ടർ RS സിന്ധു ആണ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മറ്റൊരു പോയിന്റ് ആണ്. BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2022 തിരഞ്ഞെടുക്കപ്പെട്ടത് മീരാബായ് ചാനുവാണ്. തുടർച്ചയായ 2ാം തവണയാണ് മീരാബായ് ചാനുവിന് ഈ ഒരു ബഹുമതി ലഭിക്കുന്നത്. 2021 2022 തുടർച്ചയായ 2ാം തവണ സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ തിരഞ്ഞെടുക്കപ്പെട്ടത് മീരാബായ് ചാനുവാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് മറ്റൊരു അപ്പോയിൻമെന്റ് ആണ്. ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡ്രണിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറായി നിയമിതയായത് ഷാലിസ ധാമിയാണ്. ഇന്ത്യൻ എയർഫോഴ്സിന്റെ മിസൈൽ സ്ക്വാഡ്രണിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറാണ്. ഷാലിസ ധാമി സേനയിലെ ആക്രമണ യൂണിറ്റിന് നേതൃത്വം നൽകുന്ന ആദ്യ വനിതയാണ്. 2019 ഫ്ലൈയിങ് കമാൻഡിംഗ് ഇൻസ്ട്രക്ടറായി ഷാലിസ ധാമി നിയമിതയാവുന്നത്. ത്രിപുര മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ത്രിപുരയിൽ മുഖ്യമന്ത്രിയായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മണിക് സാഹയാണ്. അടുത്തത് മേഘാലയ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് കോൺറാഡ് സാഗ്മയാണ്. തുടർച്ചയായ 2ാം തവണയാണ് കോൺറാഡ് സാഗ്മ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. അടുത്തത് നാഗാലാൻഡ് ആണ്. നാഗാലാൻഡ് മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്നത് നെയ്ഫ്യൂ റിയോ ആണ്. അടുത്തത് നാഗാലാൻഡുമായി ബന്ധപ്പെട്ട മറ്റൊരു പ്രധാന പോയിന്റ് ആണ്. നാഗാലാൻഡിൽ ആദ്യ വനിതാ മന്ത്രിയായി ചുമതലയേറ്റത് ആദ്യമായാണ് ഒരു വനിതാ മന്ത്രി നാഗാലാൻഡിൽ അധികാരമേൽക്കുന്നത്. സൽഹൌതുവോനുവോ ക്രൂസ് ആണ് ചുമതലയേൽക്കുന്നത്. ആദ്യ വനിതാ MLA ഹെക്കാനി ജക്കാലു. നാഗാലാൻഡിൽ ആദ്യ വനിതാ മന്ത്രിയായി അധികാരമേൽക്കുന്നത് സൽഹൌതുവോനുവോ ക്രൂസും വനിതാ MLA ഹെക്കാനി ജക്കാലുവുമാണ്. ആദ്യമായാണ് വനിതാ മന്ത്രിയും വനിതാ MLAയും നാഗാലാൻഡിൽ അധികാരമേൽക്കുന്നത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്പോയിൻമെന്റ് ആണ്. ഇന്ത്യയുടെ 28ാമത് CG ആയി നിയമിക്കപ്പെട്ട വ്യക്തി. ഇന്ത്യയുടെ 28ാമത് CG ആയി നിയമിക്കപ്പെട്ടത് SS ദുബെ ആണ്. ആരാണ് CG എന്ന് നോക്കാം. കൺട്രോളർ ജനറൽ ഓഫ് അക്കൗണ്ട്സ്, അതായത് അക്കൗണ്ട്സുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ ഉപദേശകനാണ് CGA. 28ാമത് CG ആയി നിയമിക്കപ്പെട്ടത് SS ദുബെ ആണ്. അടുത്തത് മറ്റൊരു പ്രധാനപ്പെട്ട അപ്പോയിൻമെന്റ് ആണ്. ഖത്തറിൽ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽത്താനിയാണ്.
2023 ഖത്തറിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനിയാണ്. മറ്റൊരു പോയിന്റ്, 2023 ഇന്ത്യക്ക് 60 ഹിപ്പോപ്പൊട്ടാമസുകളെ നൽകുന്ന രാജ്യം കൊളംബിയയാണ്. കൊളംബിയയാണ് ഇന്ത്യക്ക് 60 ഹിപ്പോപ്പൊട്ടാമസുകളെ നൽകുന്ന രാജ്യം. മറ്റൊരു പോയിന്റ് ആണ്, അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക അവധി നടപ്പാക്കിയ സംസ്ഥാനം തെലങ്കാനയാണ്. തെലങ്കാനയാണ് വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് പ്രത്യേക അവധി പ്രഖ്യാപിച്ചത്. അടുത്തത് വളരെ പ്രധാനപ്പെട്ടൊരു പോയിന്റ് ആണ്, 2023 ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹം മെഗാട്രോപിക് 1 ആണ്. മെഗാട്രോപിക് 1 ആണ് ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹം. എന്തുകൊണ്ടാണ് തിരിച്ചിറക്കിയത്? കാലാവധി പൂർത്തിയായതുകൊണ്ടാണ് തിരിച്ചിറക്കിയത്. ഇത് വിക്ഷേപിച്ചത് 2011 ഒക്ടോബർ 12-നാണ്. തീയതി ഓർമ്മിക്കുക, 2011 ഒക്ടോബർ 12-നാണ് മെഗാട്രോപിക് 1 വിക്ഷേപിച്ചത്. ഇത് എന്തിനു വേണ്ടിയാണ് വിക്ഷേപിച്ചത്? കാലാവസ്ഥ വ്യതിയാനങ്ങൾ പഠിക്കുന്നതിനാണ്. കാലാവസ്ഥയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുന്നതിനാണ് മെഗാട്രോപിക് 1 വിക്ഷേപിച്ചത്. ശാന്തസമുദ്രത്തിലാണ് മെഗാട്രോപിക് 1 പതിച്ചത്. മെഗാട്രോപിക് 1 പതിച്ചത് ശാന്തസമുദ്രത്തിലാണ്. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോയിന്റാണ്, ISROയും ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ CNECയും ചേർന്നാണ് ഇത് വിക്ഷേപിച്ചത്. ISROയും ഫ്രഞ്ച് ബഹിരാകാശ ഏജൻസിയായ CNECയും ചേർന്നാണ് മെഗാട്രോപിക് 1 വിക്ഷേപിച്ചത്. നമ്മളിന്ന് ചർച്ച ചെയ്ത പോയിന്റുകൾ നമുക്ക് ഒന്നുകൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ആദ്യം പറഞ്ഞത് സർക്കാരിന്റെ വനിതാരത്ന പുരസ്കാരവുമായി ബന്ധപ്പെട്ടാണ്. കായിക മേഖലയ്ക്ക് പുരസ്കാരം ലഭിച്ചത് KC ലേഖയ്ക്കാണ്. അതുപോലെ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയ വനിതയ്ക്കുള്ള പുരസ്കാരം ലഭിച്ചത് നിലമ്പൂർ ആയിഷയ്ക്കാണ്. മറ്റൊരു പോയിന്റാണ്, സ്ത്രീകളുടെയും കുട്ടികളുടെയും ശാക്തീകരണത്തിന് പുരസ്കാരം ലഭിച്ചത് ലക്ഷ്മി N മേനോൻ. അടുത്തത് വിദ്യാഭ്യാസ മേഖലയിലും അതുപോലെ ശാസ്ത്ര സാങ്കേതിക മേഖലയിലും വ്യക്തിമുദ്ര പതിപ്പിച്ച വനിത ഡോക്ടർ RS സിന്ധു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റാണ്, BBC സ്പോർട്സ് വുമൺ ഓഫ് ദ ഇയർ 2022 തിരഞ്ഞെടുക്കപ്പെട്ടത് മീരാബായ് ചാനു ആണ്. നമ്മൾ പറഞ്ഞു തുടർച്ചയായ 2ാം തവണയാണ് മീരാബായ് ചാനു ഈ പുരസ്കാരത്തിന് അർഹയാവുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് ഇന്ത്യൻ എയർഫോഴ്സ് മിസൈൽ സ്ക്വാഡ്രണിന്റെ ആദ്യ വനിതാ കമാൻഡിംഗ് ഓഫീസറായി നിയമിതയായത് ഷാലിസ ധാമി. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് മുഖ്യമന്ത്രിമാരെ കുറിച്ചാണ്. ത്രിപുരയിൽ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നത് മണിക് സാഹ. അതുപോലെ മേഘാലയയിൽ മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് കോൺറാഡ് സാഗ്മയാണ്. നാഗാലാൻഡ് മുഖ്യമന്ത്രിയായി അധികാരമേറ്റത് നെയ്ഫ്യൂ റിയോ ആണ്. മേഘാലയയിൽ തുടർച്ചയായ 2ാം തവണയാണ് കോൺറാഡ് സാഗ്മ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കുന്നത്. അതുപോലെ നാഗാലാൻഡ് മുഖ്യമന്ത്രി തുടർച്ചയായ 5ാം തവണയാണ് അധികാരമേൽക്കുന്നത്. നെയ്ഫ്യൂ റിയോ ആണ് നാഗാലാൻഡ് മുഖ്യമന്ത്രി അധികാരമേൽക്കുന്നത്. തുടർച്ചയായ 5ാം തവണയാണ് അധികാരത്തിലേൽക്കുന്നത്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്തത് പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ്, നാഗാലാൻഡിലെ ആദ്യ വനിതാ മന്ത്രിയായി അധികാരമേൽക്കുന്നത് സൽഹോനുവോ ക്രൂസ് ആണ്. പിന്നീട് നമ്മൾ പറഞ്ഞു ആദ്യ വനിതാ MLA ഹെക്കാനി ചെക്കാലു. ആദ്യമായാണ് വനിതാ മന്ത്രി അധികാരമേൽക്കുന്നതെന്ന് പറഞ്ഞു. അടുത്ത പോയിന്റ്, ഇന്ത്യയുടെ 28ാമത് CG ആയി അധികാരമേൽക്കുന്നത് SS ദുബെ ആണെന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ ചർച്ച ചെയ്തത് 2023 ഖത്തറിന്റെ പ്രധാനമന്ത്രിയായി അധികാരമേൽക്കുന്നത് ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി. അടുത്തത് നമ്മൾ ചർച്ച ചെയ്തത് 2023 ഇന്ത്യക്ക് 60 ഹിപ്പോപ്പൊട്ടാമസുകളെ നൽകുന്ന രാജ്യമാണ് കൊളംബിയയാണെന്ന് പറഞ്ഞു. പിന്നീട് നമ്മൾ ചർച്ച ചെയ്തത് വനിതാ ദിനവുമായി ബന്ധപ്പെട്ടൊരു പോയിന്റ് ആണ്. വനിതാ ദിനത്തോടനുബന്ധിച്ച് വനിതകൾക്കായി പ്രത്യേക അവധി പ്രഖ്യാപിച്ച സംസ്ഥാനം തെലങ്കാനയാണ്. അത് കഴിഞ്ഞ് നമ്മൾ ചർച്ച ചെയ്തത് മെഗാട്രോപിക് 1 കുറിച്ചാണ്. 2023 ISRO തിരിച്ചിറക്കിയ ഉപഗ്രഹമാണ് മെഗാട്രോപിക് 1. ഇത്രയുമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത പ്രധാന കറണ്ട് അഫയേഴ്സ് വിവരങ്ങൾ. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 പ്രധാന ചോദ്യങ്ങൾ നോക്കാം. ആദ്യത്തെ ചോദ്യം, 2022-23 വർഷത്തെ സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരെന്നാണ്. ഓപ്ഷൻ A പഞ്ചാബ്, ഓപ്ഷൻ B കർണാടക, ഓപ്ഷൻ C മേഘാലയ, ഓപ്ഷൻ D കേരളം. ഇതിന്റെ ശരിയുത്തരങ്ങൾ നിങ്ങൾ കമന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, 2023 വൈഷ്ണവൻ സാഹിത്യ പുരസ്കാരം നേടിയതാരാണെന്നാണ്. ഓപ്ഷൻ A C രാധാകൃഷ്ണൻ, ഓപ്ഷൻ B ഡോക്ടർ M ലീലാവതി, ഓപ്ഷൻ C സച്ചിദാനന്ദൻ, ഓപ്ഷൻ D S ഹരീഷ്. ഈ 2 ചോദ്യങ്ങളുടെയും ശരിയായ ഉത്തരം നിങ്ങൾ കമന്റ് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ളത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നൽകിയ MCQ ചോദ്യത്തിന്റെ ഉത്തരമാണ്. ആദ്യത്തെ ചോദ്യം, 95ാമത് ഓസ്കാർ അവാർഡ് ദാന ചടങ്ങിൽ അവതാരകയാകുന്ന ഇന്ത്യൻ ചലച്ചിത്ര നടി. ഓപ്ഷൻ A കരീന കപൂർ, ഓപ്ഷൻ B അലിയ ഭട്ട്, ഓപ്ഷൻ C ഐശ്വര്യ റായ്, ഓപ്ഷൻ D ദീപിക പദുക്കോൺ. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ D ദീപിക പദുക്കോൺ ആണ്. രണ്ടാമത്തെ ചോദ്യം, SSBയുടെ പുതിയ ഡയറക്ടർ ജനറൽ ആരാണെന്നായിരുന്നു. ഓപ്ഷൻ A രശ്മി ശുക്ല, ഓപ്ഷൻ B സുജോയ് ലാൽ താവോസൻ, ഓപ്ഷൻ C അനീഷ് ദയാൽ സിംഗ്, ഓപ്ഷൻ D MA ഗണപതി. ഇതിൽ ശരിയുത്തരം ഓപ്ഷൻ A രശ്മി ശുക്ലയാണ്.
നമ്മളിന്ന് ചർച്ച ചെയ്ത പോയിന്റ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സുമായി വീണ്ടും കാണാം.